ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അടുത്ത പരമ്പര ശ്രീലങ്കയ്ക്കെതിരെയാണ്. ഇതിൽ 3 T20യും 3 ഏകദിനങ്ങളും ഉൾപ്പെടും. ജൂലൈ 26-നാണ് ആദ്യ T20 മത്സരം. ശ്രീലങ്കൻ സീരീസിന്റെ സ്ക്വാഡിനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. രാഹുൽ ദ്രാവിഡിന് ശേഷം ഇന്ത്യൻ കോച്ചായി ചുമതലയേറ്റ ഗൗതം ഗംഭീറിന്റെ ആദ്യ പരമ്പരയാണ്. രാഹുൽ ദ്രാവിഡിനെ പോലെ ശാന്തനല്ല താരം. കുറച്ചുകൂടി അഗ്രസീവ് അപ്രോച്ചുള്ള കോച്ചായി മാറിയിരിക്കുകയാണ് ഗൗതം ഗംഭീർ. ഇന്ത്യൻ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ തുടങ്ങിയവർ ഈ പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് BCCI അറിയിച്ചിരുന്നു. താരങ്ങൾ ഇപ്പോൾ വിദേശത്താണുള്ളത്. എന്നാൽ ഗംഭീർ ഈ താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കാൻ തയ്യാറല്ലെന്നാണ് സൂചനകൾ വരുന്നത്. മൂന്ന് ഏകദിനങ്ങളുള്ള ഈ പരമ്പരയിൽ രോഹിത് ശർമ്മ തന്നെ ക്യാപ്റ്റനായി ഈ പരമ്പരയിൽ ഇറങ്ങണമെന്ന് തന്നെയാണ് ഗംഭീറിന്റെ നിലപാട്. ഇത് എത്രമാത്രം ശരിയാണെന്ന് ടീമിന്റെ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പോൾ അറിയാൻ സാധിക്കും. T20 പരമ്പരയിൽ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാവുമെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്നാൽ പുതിയ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് എത്തുമെന്നും വാർത്തകൾ വരുന്നുണ്ട്. BCCI സെലക്ഷൻ കമ്മിറ്റിയിലുണ്ടായ ചർച്ചയിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വലിയ സപ്പോർട്ട് ഉണ്ടായില്ല. കാരണം താരം പലപ്പോഴും പരിക്കിന്റെ പിടിയിലാണ്. ഇന്ത്യൻ T20 ക്യാപ്റ്റൻ വീണ്ടും പരിക്കിന്റെ പിടിയിൽപ്പെട്ടാൽ പിന്നീടുള്ള പരമ്പരകളിൽ പുതിയ ക്യാപ്റ്റനെ ഇന്ത്യ ഇറക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവാണ് പ്രധാന ചോയ്സ് എന്നാണ് വാർത്തകൾ വരുന്നത്. T20യിൽ നമ്പർ 1 ബാറ്റ്സ്മാനായ സൂര്യകുമാർ യാദവ് നേരത്തെയും ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവിന് നറുക്ക് വീഴാനാണ് സാധ്യതയുള്ളത്. ഗൗതം ഗംഭീർ മികച്ചൊരു കോച്ചാണ്. താരം വ്യക്തമായ നിലപാട് മുഖത്തു നോക്കി അറിയിക്കുന്നൊരു താരമാണ് എന്നത് എല്ലാ ആരാധകർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ താരം മൊത്തത്തിൽ ടീമിനെ അഴിച്ചുപണിയും എന്നത് ഉറപ്പാണ്. ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കുന്നതോടെ എല്ലാത്തിനും തീരുമാനമാകും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.